ചേട്ടൻ ഇവിടെ വയ്ക്കേ, ഞാൻ പോയിട്ട് വരാം. ശരിയടാ. എടാ മോനെ, താഴോട്ടാണോ മോനെ നീ? ആ അതേട്ടാ. എന്നാ ഞാനും വരുന്നു. ഒറ്റയ്ക്ക് പോകാനൊരു പേടി. ആ പോര്. മോനെ ഞാനിവിടെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ആദ്യമായിട്ടാ. ഇവിടെ ആരെ കാണാൻ വന്നതാ? ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ചന്തു. അവനെ ഒന്ന് കാണാൻ വന്നു. ഓ ചന്തു. ആ അറിയോ? പിന്നെ അവൻ നമ്മുടെ പയ്യനല്ലേ? ഷേ മോനെ, നീ പറഞ്ഞ ചന്തുവിന്റെ വീട് ദേ ആ കാണുന്ന. ആ ശരി ചേട്ടാ. ഓ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? രഘു. മോന്റെ പേരെന്തോ? അമൽ. എന്നാ ശരി, കാണാം കേട്ടോ. എടാ ഞാൻ നിന്റെ വീടിന്റെ ഫ്രണ്ടിലിട്ട് കേട്ടോ. നീ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. എടാ നിനക്ക് എന്റെ വീടെങ്ങനെ മനസ്സിലായി? അതാ അയലത്തെ രഘു ചേട്ടൻ പറഞ്ഞു. ഏത് രഘു? ഓ നിന്റെ നാട്ടുകാരനെ എനിക്കറിയാൻ പാടില്ല. എടാ അതല്ലടാ. ഏതല്ലെന്ന് നീ സാധനം എടുത്തി പോയിട്ട് വരാം, പരിപാടിയാണ്. എന്താടാ എന്തു പറ്റി? എടാ അതല്ല, നീ പറഞ്ഞ ഉള്ളി മരിച്ചിട്ട് ഇപ്പം 4 വർഷമായി. 4 വർഷമോ? ഒന്ന് പോടാവുന്നു മനുഷ്യനെ പേടിക്കാൻ. നീ വാ, ഞാൻ പറയാം. എടാ ഈ പുള്ളി മരിച്ചിട്ട് ഏതാണ്ട് ഇപ്പം 4 വർഷത്തോളമായി. പുള്ളിക്ക് നല്ല കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അനിച്ചേട്ടൻ വീട്ടിൽ വന്ന് പൈസയൊക്കെ ചോദിച്ചത്. രഘു എന്തേ? ആ ഉണ്ടല്ലോ. ഒന്ന് വിളിച്ചേ. രഘുവേട്ടാ. രഘുവേ. ചേട്ടാ 2 മാസത്തെ സമയം കൊണ്ട് എനിക്ക് തരണം. ക്യാഷ് എന്തിനാ? ഇപ്പൊ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. രഘു, തന്ന ക്യാഷ് എനിക്ക് മേടിക്കാൻ അറിയാം. ക്യാഷ് മേടിക്കാൻ അറിയാടാ, അത് മുതലാക്കാനും എനിക്കറിയാം. പാടി. തന്ന കാശിട്ട് നന്ദിരാത്ത പന. എന്നിട്ട് എന്താ? നാട്ടുകാരുടെ മുമ്പിൽ പുള്ളി നാണം കെട്ടതിൻ്റെ പേരിൽ ഭാര്യയും കൊച്ചും കയറി ആത്മഹത്യ ചെയ്തു. ഭാര്യയും കൊച്ചും ആത്മഹത്യ ചെയ്തത് പുള്ളി കാരണം ഓർത്ത് പുള്ളി വിഷമടിച്ചു. ആ പുള്ളിയാണ് നീ കണ്ടത്. എന്തായാലും നിന്റെ സമയം കൊള്ളാം. മരിച്ചവരെല്ലാം കാണാൻ പറ്റിയല്ലോ. പോടാവോ എവിടെ? ചേട്ടാ വണ്ടി എടുത്തേ. എന്താടാ? വണ്ടി എടു. എടാ ആളിയാ പോയിട്ട് അടുത്താഴ്ച വരണടാ. ഒന്ന് പോടായിരുന്നു. എടാ മോനെ, നീ കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞോ?